സെക്കൻഡ് പാർട്ട് സെക്കൻഡ് നമ്പർ 2 ഇമ്രാൻ മംഗലാപുരത്ത് നിന്ന് അടുത്ത് മൂടിബിദ്രി എന്നൊരു സ്ഥലത്ത് നിന്ന് വരുന്നത് ഒരു വ്യക്തിയാണ്. അദ്ദേഹം എന്താ വെളുപ്പിക്കാൻ വേണ്ടി നാട്ടിൽ പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലാണ് അദ്ദേഹം. പെരുന്നാളിൻ്റെ പിറ്റേ ദിവസം ഞാൻ നാട്ടിലേക്ക് പോകും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ അദ്ദേഹം വെളുക്കാൻ വേണ്ടിയിട്ട് വെളുത്തിട്ട് തന്നെയാണ്, പക്ഷെ ഒന്നുകൂടി വെളുക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാട്ടിക്കൂട്ടുന്നതൊക്കെ. പക്ഷെ ഇവന്റെ വിചാരം എന്തെന്ന് വെച്ചാൽ ഈ 4 ദിവസം ഈ ഫെയർ ആൻഡ് ലവ്ലി മുഖത്ത് വെച്ചാൽ മുഖം നല്ല വെളുക്കുമെന്നാണ്. പാവം. കണ്ടോ യൂട്യൂബിലുള്ള എല്ലാ ജനങ്ങളെ, കണ്ടോ ഇമ്രാന്റെ ഒരു കുസൃതി. ഇത് ഷെരീഫ്, ഇദ്ദേഹത്തെ ബണ്ടൽ രാജ എന്നും പറയാം. യൂട്യൂബിലെ വ്യക്തികളെ, ഇത് നമ്മൾ സ്മാർട്ട് ജുനൈദ്. അവന്റെ വിചാരം ഞാനൊരു വല്ലാത്തൊരു സ്മാർട്ടാണ്, ഞാൻ പെൺപിള്ളേരൊന്നും നോക്കാറില്ല എന്നുള്ള ആ ഒരു രൂപത്തിലുള്ള ഒരു വ്യക്തിയാണ്. പക്ഷേ അവനാണ് ഇവിടെ വെച്ച് ഏറ്റവും കൂടുതൽ നോക്കുന്ന പെൺപിള്ളേരും മറ്റും ഇങ്ങനെ നോക്കി കാണ്ടിരിക്കണ ഒരു വ്യക്തി എന്ന് പറയുന്നത് അദ്ദേഹമാണ്. ഓക്കെ, ഇതാണ് സലാമു എന്നും പറയാം. ഇദ്ദേഹം ഒരു വ്യക്തിയാണ്. ഇവര് മീശ വെച്ചപ്പോ ഇവന്റെ വിചാരം കുഞ്ചാക്കോ ബോബനോ അതോ വേറെ എന്തൊക്കെയോ ആണ്. പക്ഷേ ഞാൻ പറഞ്ഞിട്ട് അവന് വിശ്വാസം വരുന്നില്ല. എന്റെ മീശ എല്ലാവരും യൂട്യൂബിലുള്ള ജനങ്ങളെ കാണുക. ഓക്കെ, ഇത് ആബിദ്, അതായത് അബദു എന്നും പറയാം. ഇതായി വെളുത്തിരിക്കുന്ന കണ്ടില്ലേ? ഫെയർ ആൻഡ് ലവ്ലി ഒരുപാട് മുഖത്ത് തേച്ച് അവസാനം വെളുത്തുപോയതാണ്. ഓക്കെ, പക്ഷെ ഇദ്ദേഹത്തോട് 2 വാക്ക് വേണമെങ്കിൽ ചോദിക്കാം. നിങ്ങൾ എത്ര ദിവസമായി ഫെയർ ആൻഡ് ലവ്ലി തേക്കാൻ തുടങ്ങിയിട്ട്? ഏകദേശം ഒരു 1.5 കൊല്ലമായി ഇതിനെ ഉപയോഗിച്ചിട്ട് ഞാൻ. അതായത് മുഖത്തിന്റെ രഹസ്യം എന്ന് പറഞ്ഞാൽ എന്റെ പണ്ടേ ഉള്ള ഒരു പാരമ്പര്യമാണ്. ഓക്കെ, ഒരു മിനിറ്റ്. നെക്സ്റ്റ്, അപ്പോ നിനക്ക് അതിനെ പറ്റി എന്താ പറയാൻ? അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് കിട്ടിയ റിസൾട്ട് നിങ്ങൾ എല്ലാവരും കണ്ടില്ലേ? ഫെയർ ആൻഡ് ലവ്ലി ആർക്കും തേക്കാം, എപ്പോഴും തേക്കാം. ചിലപ്പോൾ വെളുക്കും, ഇല്ലെങ്കിൽ കുടുംബം വെളുക്കും. ഓക്കെ, ഇനി അടുത്തതായി നമ്മുടെ റിപ്പി പച്ചമ്പള എന്ന് വിളിക്കാം. അദ്ദേഹത്തോട് 2 വാക്ക്. റിപ്പി, നിങ്ങൾ ഈ മൊബൈൽ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് എത്ര ദിവസമായി? റിപ്പു എത്ര ദിവസമായി? ഇല്ല, അദ്ദേഹം ഇപ്പോൾ സംസാരിക്കാനുള്ള മൂഡില്ല. അതുകൊണ്ട് നമ്മൾ തിരിച്ചു വരുന്നു വീണ്ടും ആബിദിന്റെ അടുക്ക്. ആബിദ് നിസ്കരിക്കുന്നത് നിങ്ങൾ എല്ലാവരും കാണൂ. ആയിക്കോളൂ. ഓക്കെ, ഒരാൾ ഓടി വരികയാണ്. വരൂ സഹോദര. ഓക്കെ, എനിവേ താങ്ക്സ് ഫോർ വാച്ചിങ് ഇൻ യൂട്യൂബ്. ഓക്കെ, ബൈ, ടേക്ക് കെയർ.